അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി വളരെ വിജയകരമായി നടന്നു വരികയാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് ക്യാമ്പസിലാണ് അത് നടക്കുന്നത്. 26 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചു. ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലക്ക് ആളുകളുടെ ബാഹുല്യവും സഹകരണവും സാന്നിധ്യവും പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രമുഖ വാഗ്മിയും പണ്ഡിതനും ആയ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ്, അദ്ദേഹമാണല്ലോ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാന ചുമതലയുള്ള വ്യക്തിത്വം. അനുഭവ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമദ് പൂക്കോട്ടൂർ തൻ്റെ ക്ലാസ് അവിടെ അനുവാചകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. മക്കയിലും വിശുദ്ധ ഭൂമികളിലും വിശുദ്ധ മദീനയിലും നിരന്തരമായി പോയി വന്നിട്ടുള്ള പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. ഉംറ യാത്രകൾ, മറ്റ് ഹജ്ജ് യാത്രകളിലൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് പ്രായോഗികമായിട്ടുള്ള നേതൃത്വം തന്നെ നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിചയ സമ്പത്താണ് ഓരോ വർഷവും പുതുതായി ഹജ്ജിന് പോകുന്നവർക്ക് തൻ്റെ ക്ലാസ്സിലൂടെ അദ്ദേഹം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ക്ലാസ്സല്ല, ഹജ്ജിൻ്റെ പ്രായോഗിക വശങ്ങൾ അതെങ്ങനെയെല്ലാം നിർവഹിക്കണമെന്ന് ലൈവായി കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ക്ലാസ് നിർവഹിക്കുന്നത്. പരിശുദ്ധ മക്കയിലെ വിശുദ്ധ ഭൂമികളിൽ പോയി അതെല്ലാം നേരിട്ട് കാണുന്ന ഒരു അനുഭവ പരിജ്ഞാനം ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്ക് നൽകുന്ന വിധത്തിലാണ് പ്രിയപ്പെട്ട സമദ് സാഹിബിൻ്റെ ആ ക്ലാസ്സുകൾ നടന്നു വരാറുള്ളത്. തുടക്കം തൊട്ട് തന്നെ അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടാകാറുണ്ട്. സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ കാർമ്മികത്വത്തിലാണ് ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് എന്നും നമ്മൾ അഭിമാനത്തോടെ സ്മരിക്കുകയാണ്. അദ്ദേഹവും മുറലി തങ്ങളും ഹൈദർ അലി ഷിഹാബ് തങ്ങളും അവരൊക്കെ തന്നെ ഇതിൻ്റെ മുമ്പന്തിയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ക്ലാസ്സിൻ്റെയും പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ സഹകരിക്കാറുണ്ട്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കായ ഹജ്ജാജികൾ അവിടെ വന്നുകൊണ്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നു. പൂക്കോട്ടൂർ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു വാർഷിക പ്രവർത്തനമായിട്ടാണ് അവർ കാണുന്നത്. ഈ ക്യാമ്പിൻ്റെ വിജയവും അതിൻ്റെ പ്രവർത്തനവും അവർ നിർവഹിക്കുന്നത് അങ്ങനെയാണ്. കേവലം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നല്ല, ഒരു നാടിൻ്റെ തന്നെ കർത്തവ്യവും കടമയും ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആത്മാർത്ഥമായ രീതിയിലുള്ള സഹകരണവും പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് അവിടുത്തെ നാട്ടുകാർ നൽകുന്നുണ്ട്. മനസ്സാവാച കർമ്മണ. അതുപോലെ വിഭവങ്ങളാണെങ്കിൽ വിഭവങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടും, പണങ്ങളാണെങ്കിൽ പണങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ സൗകര്യങ്ങളാണെങ്കിൽ ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടുമാണ് പൂക്കോട്ടൂരുകാർ ഈ ഹജ്ജ് ക്യാമ്പിനെ സ്വീകരിക്കുന്നതും ഈ ഹജ്ജ് ക്യാമ്പിനെ വിജയിപ്പിക്കുന്നതും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവിടെ വന്നാൽ എല്ലാം മനസ്സിലാക്കാവുന്നതാണ്. 2 ദിവസങ്ങളിലായി നീളുന്നു. മാർച്ച് 28, 29 ദിവസങ്ങളിലാണ് ഇത്തവണ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചതാണ്. അതിനിടക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കടന്നു വന്നത്. പക്ഷെ ഇതിന് തടസ്സമല്ല. ഹജ്ജാജികൾ അവിടെ ക്യാമ്പിൽ വന്ന് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കട്ടെ. ഈ ഹജ്ജ് ക്യാമ്പിന് സഹായിക്കുന്ന നാനാ മേഖലകളിൽ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായതിൻ്റെ സംഘാടകരും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും അള്ളാഹു അവർക്കൊക്കെ മതിയായ പ്രതിഫലത്തെ നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്തതിൻ്റെ പരിപൂർണ പ്രതിഫലത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.